ബൈക്ക് എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് പോവാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ പോകണമെന്ന് പറഞ്ഞാൽ ചിറക്കര ക്ഷേത്രത്തിലാണ്. ഇവിടുന്ന് താവണം പൊയ്യെ പോവാൻ ഒരു 500 മീറ്ററേ കാണത്തുള്ളൂ, എന്ന് വെച്ചാൽ 1/2 കിലോമീറ്ററേ വരുത്തുള്ളൂ. ഇന്നിവിടെ കാർത്തിക വിളക്കുണ്ട് ചിറക്കര ക്ഷേത്രത്തിൽ. അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ കാണുന്നത്. എന്തായാലും നമുക്ക് താവണം പൊയ്യയിലോട്ട് പോവാം. ഒരു വനമേഖലയാണ്, ഒരു കാടിൻ്റെ സൈഡാണ്, ഒരു കനാലിൻ്റെ സൈഡാണ്. ഇവിടുന്ന് നല്ല മനോഹരമായിട്ടൊരു വരിയാണ്. പിന്നെ കാറും കൊണ്ട് വരാൻ നിൽക്കണ്ട, റിസ്ക് ആയിരിക്കും. കാരണം വെച്ചാൽ ഇത് ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് ഒതുക്കാൻ പാടാണ്. അതുകൊണ്ട് ബൈക്കിൽ തന്നെ വരുന്നതായിരിക്കും നല്ലത്. ഇതേപോലെ ഒരു കുത്തനെ ഇറക്കമൊക്കെ കാണും. പിന്നെ നല്ല ഭംഗിയാണ് കാണാൻ, മനസ്സിനൊരു വല്ലാത്ത കുളിരാണ്. ഓക്കെ, രാമായണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഐതിഹ്യമാണ് ഈ സ്ഥലത്തിനുള്ളത്. രാവണൻ സീതയെ അന്വേഷിച്ച് ഈ റൂട്ട് വന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്, അവിടെയാണ് കുളിച്ചതെന്നാണ് ഐതിഹ്യം പറയുന്നത്. കുളിച്ച് ശുദ്ധിയാവുക മാത്രമല്ല, ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്തതെന്നും കൂടി ഐതിഹ്യം പറയുന്നുണ്ട്. ചെറിയൊരു മഞ്ഞ് മൂടലുണ്ട്, കാരണം വെച്ചാൽ 5 മണി ആയിട്ടുണ്ട്. 5 മണിക്ക് ശേഷം മഞ്ഞാണല്ലോ. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ടാറിടാത്ത, കോൺക്രീറ്റ് ഇടാത്ത ഒരു മൺവഴിയാണ്. ആ മൺവഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ച് വേണം ചെല്ലാൻ. പിന്നെ ചുറ്റിനും ഒക്കെ കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൺവഴിയിലോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ദൂരമല്ലേ, ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്. ഇനി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നമുക്ക് അവിടെ കാണാൻ പറ്റത്തില്ല. കാണാൻ പറ്റാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇടവും വലവും പിടിച്ചിടക്കുന്ന കാടാണ്. പിന്നെ നമുക്ക് ഈ സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏറ്റവും